കെ ശിവനും അശ്വിൻ അശോകും രണ്ടുപേരും ചേർന്നുകൊണ്ട് പ്രാർത്ഥനയിലൂടെ നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. പ്രാർത്ഥന. ആയിൽ തുടങ്ങുന്നു ഭാഷ, അമ്മയിലുണരുന്നു സ്നേഹം, അറിവുകൾ പകരുന്നിതധ്യാപക, തണലായി നിറയുന്നിതച്ഛൻ, നമ്മെ തണലാതെ കാക്കുന്നു ദൈവം. ആയിൽ തുടങ്ങുന്നു ഭാഷ, അമ്മയിലുണരുന്നു സ്നേഹം, അറിവുകൾ പകരുന്നിതധ്യാപക, തണലായി നിറയുന്നിതച്ഛൻ, നമ്മെ തളരാതെ കാക്കുന്നു ദൈവം. ഭക്തജനങ്ങളെ, നിരപേക്ഷമായ സത്യവും സാപേക്ഷമായ പ്രപഞ്ചവും, ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒരുപാട് ചോദ്യങ്ങളായി തന്നെ മാറുന്നു. അഴിക്കുന്തോറും മുറുകുന്ന കുരുക്കുകൾ പ്രഹേളിക സമാനമായ സമസ്യകളായി മാറുന്നു. മോഹബദ്ധമായ ജഗജ്ജീവിതം അജ്ഞതയുടെ വ്യവഹാര ചങ്ങലകൾ മാത്രം. മായയ്ക്കകത്ത് നിന്ന് മായയെ തിരയുന്ന വ്യർത്ഥത. അതെ, ക്ഷണിക സുഖഭോഗങ്ങളുടെ നശ്വര ലോകത്ത് പുനരാവൃത്തമായ സംസാര ചക്രമൊരുക്കുന്ന സംഘബദ്ധതകൾ, വ്യർത്ഥമായ അർത്ഥകാമാദികൾക്കായി നെട്ടോട്ടമോടുന്ന മാനവജന്മങ്ങൾ, തർക്കവിതർക്കങ്ങൾ, ഒടുവിൽ കലഹകോലാഹലങ്ങൾ, കലാപങ്ങൾ, സത്യത്തെ മറന്ന് മിഥ്യയെ പുൽകുന്ന ദുരന്തം. ഭക്തജനങ്ങളെ, കർമ്മകാണ്ഡത്തിലെ സാധ്യമായ ജീവിത പദ്ധതികളിൽ ശ്രേഷ്ഠമായ പാത തന്നെ ഭക്തി. ഭക്തി എന്നാൽ സമർപ്പിത ഭാവം, താനും ഭവാനും ഒന്നെന്നറിയുന്നതിലേക്കുള്ള പ്രാർത്ഥന. ആശ്രിതവത്സലനായി, ആപദ്ബാന്ധവനായി, അഭീഷ്ടവരദായകനായി, ആലംബഹീനർക്ക് അഭയമായി വാഴും കൽപ്പകശ്ശേരി വാഴും മഹാദേവന്റെ സാഷ്ടാംഗം നമിച്ച്, തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് സർവപ്രണാമങ്ങളും അർപ്പിച്ച് ഭഗവത് നാമത്തിൽ ക്ഷേത്രാങ്കണത്തിലേക്ക് സകലർക്കും സുസ്വാഗതമരുളുന്നു. ഔദ്യോഗികമായ സ്വാഗത ഭാഷണത്തിലേക്കായി ശ്രീ രാജൻ കൽപ്പകശ്ശേരി ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ അവരുടെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. കൽപ്പകശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിൻ്റെ സമാപന ദിവസമാണ് ഇന്ന്. 5 ദിനരാത്രങ്ങൾ നമ്മൾ ഈ ആഘോഷം നല്ല രീതിയിൽ നടത്തി ഇന്ന് നാടകത്തോടു കൂടി നമ്മുടെ ആഘോഷം അവസാനിക്കുകയാണ്. അടുത്ത ഉത്സവത്തിനുള്ള ഒരു കാത്തിരിപ്പോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടുന്ന് വിട പറയുന്നത്. 4 ദിവസവും നമ്മുടെ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായിരുന്നു. ഇന്നാണ് നമുക്ക് നല്ലൊരു കാലാവസ്ഥ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സാംസ്കാരിക സമ്മേളനം നമ്മൾ 7 മണിക്കാണ് നമ്മൾ നോട്ടീസിൽ വെച്ചിട്ടുള്ളത്. ഒരു 4 ആള് മുന്നിലെത്തിയാൽ തുടങ്ങാമെന്ന് സംഘാടകരും നാടകം തുടങ്ങുമ്പോഴേക്ക് വരാമെന്ന് മുന്നിലിരിക്കുന്നവരും തീരുമാനിച്ചാൽ സംഘാടകർ കുഴങ്ങിയോ? അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സമയം 8:30 ഇനി നാടകം എന്താ തുടങ്ങാത്തതെന്നായിരിക്കും മുന്നിൽ. ഇവരൊക്കെ എപ്പോഴാണ് പ്രസംഗിച്ച് കഴിയാമെന്നുള്ളൊരു ചിന്തയോട് കൂടിയാണ് മുന്നിലിരിക്കുന്നവരില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കൂടുതൽ ആളൊന്നും സംസാരിക്കുന്നില്ല. എത്ര ആളൊന്നും ഇവിടെ സംസാരിക്കുകയല്ല. സാറ് 2 വാക്ക് സംസാരിക്കും. അതിൽ കൂടുതൽ സംസാരം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. നാടകം ഞങ്ങൾ കറക്റ്റ് ഒരു 9 മണിക്ക് 9:10 തുടങ്ങും. അപ്പോൾ കൂടുതൽ ആശങ്കയൊന്നും മുന്നിലിരിക്കുന്നവർക്ക് വേണ്ട. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപന സമ്മേളനം ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ
ക്ഷണത്തിനാദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ഉദ്ഘാടനം സാറിനെ എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഷാജി ഡോക്ടറെ പരിചയമില്ലാത്തവരാരും ഇവിടെ എൻ്റെ മുന്നിൽ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. സാർ ഇവിടെ മുക്കത്ത് തന്നെയാണ് താമസം. ദേശീയ ആരോഗ്യ മിഷൻ്റെ കോഴിക്കോട് ജില്ലയുടെ അമരക്കാരനാണ് നമ്മുടെ ഷാജി ഡോക്ടർ. സാറിന് ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ വേദിയിലിരിക്കുന്ന ബാലേട്ടൻ, അനൂപ്, മാതൃസമിതി പ്രസിഡന്റ് വിമല ടീച്ചർ, മാതൃസമിതി അംഗങ്ങളായ ഷീജ, ഷൈനി, സ്മിത, സ്വപ്ന രാധാകൃഷ്ണൻ, എല്ലാവർക്കും ഈ പ്രതിഷ്ഠാദിന മഹോത്സവ കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയ്ക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മൾ രണ്ട് വാക്കുകൂടി സംസാരിക്കുകയാണ്. ഈ പ്രതിഷ്ഠാദിന മഹോത്സവം നമ്മൾ 2016 ഞാൻ പറഞ്ഞു നമ്മളെ പ്രതിഷ്ഠ അഷ്ടപഥ നവീന കലോത്സവം ഇവിടെ നടത്തിയത്. ഇന്ന് വരെ നമുക്കിത് ആഘോഷിക്കാൻ വേണ്ടി പറ്റി. അതായത് ഈ 2025 നമുക്ക് കഴിഞ്ഞു. ഇനി വരും വർഷങ്ങളിലും നമുക്കത് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി സാധിക്കുമാറാകട്ടെ. അതേപോലെ ഇവിടുന്ന് ഇന്ന് ഇറങ്ങി തിരിക്കുമ്പോൾ നമ്മൾ ഉത്സവം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ നിങ്ങളെയൊക്കെ സമീപിക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പോൾ പ്രതികരിച്ച പോലെ തന്നെ ഞങ്ങളോട് സഹകരിക്കണം എന്ന് കൂടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ചെയർമാൻ സ്ഥാനത്തിനെ ക്ഷണിക്കുന്നു. ശ്രീ ശരത് കൽപ്പകശ്ശേരി, ഉത്സവ കമ്മിറ്റി ചെയർമാൻ, അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്നേഹാദരപൂർവ്വം. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, നമ്മുടെ അടുത്ത ചടങ്ങ് ദീപപ്രവചനമാണ്. ഇതിനു വേണ്ടിയിട്ട് ഡോക്ടർ ഷാജി സാറെ പുണ്യപ്രവാഹത്തിന്റെ ഗംഗാധാര തീർക്കുന്ന ജഠാധാരിയായ കൈലാസഗിരിനാഥൻ, സർവൈശ്വര്യ സമ്പന്ന സമൃദ്ധിയൊരുക്കുന്ന പാർവതി പരമേശ്വരൻ, പ്രകൃതി പുരുഷ സമന്വയത്തിന്റെ താളാത്മകത തീർക്കുന്ന അർദ്ധനാരീശ്വരൻ, അസ്തിത്വത്തെ ഭസ്മമാക്കുന്ന കാളക്കൂടത്തെ അകത്താക്കി സർവരക്ഷ തീർത്ത നീലകണ്ഠൻ, സംഹാര രൗദ്രതയിൽ ആസുരിക നിഗ്രഹം നടത്തുന്ന തൃക്കണ്ണൻ, കൽപ്പകശ്ശേരി വാഴും മഹാദേവൻ. മഹാദേവന്റെ പ്രതിഷ്ഠാദിന മഹോത്സവ സമാപന സമ്മേളനത്തിന് ദീപം പ്രോജ്വലിപ്പിക്കുകയാണ് ഇവിടെ. ഈ ചടങ്ങ് ഉദ്ഘാടന ഭാഷണത്തിലൂടെ അതിഥേയമാക്കുകയാണ് ഡോക്ടർ ഷാജി CK, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അദ്ദേഹം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ, നാഷണൽ ഹെൽത്ത് മിഷൻ, ആരോഗ്യ കേരളം, കോഴിക്കോട് കൂടിയാണ്. നാടിപിടിപ്പും നെഞ്ചിടിപ്പും നോക്കി, പ്രഷറും ഷുഗറും നോക്കി ആരോഗ്യത്തിന് കവചമൊരുക്കുന്ന വിഷഗ്വരൻ, കേരളത്തിലെ വിശിഷ്യ ഗ്രാമീണ പിന്നോക്ക മേഖലകളിലെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന നാഷണൽ ഹെൽത്ത് മിഷൻ, ആരോഗ്യ കേരളം, കോഴിക്കോട് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആയിട്ടുള്ള ഡോക്ടർ ഷാജി CK സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു ഉദ്ഘാടന ഭാഷണത്തിലേക്ക്. താങ്ക് യു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ
സനത് കെ, അതേപോലെ ഇന്നിവിടെ സ്വാഗതം അർപ്പിച്ചിരുന്ന രാജൻ കപ്പശ്ശേരി, കൺവീനർ ഉത്സവ കമ്മിറ്റി, അതുപോലെ ഇവിടെ ഇന്ന് സന്നിധായിരിക്കുന്ന രവീന്ദ്രൻ മാസ്റ്റർ, ഡോക്ടർ സി കൃഷ്ണൻ, ബാലചന്ദ്രൻ, വിമലകുമാരി, ജയശ്രീ, ശിവദാസൻ, വേദിയിലും സഹസ്രീകരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ. ആദ്യമായിട്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ദേവസന്നിധിയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന്, ഈ ഒരു സമാപന സമ്മേളനത്തിന്, സമാപന പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ആദ്യം തന്നെ ഈ കമ്മിറ്റിക്ക് എൻ്റെ നന്ദി അർപ്പിക്കുന്നു. ഒരു ഭക്തജനങ്ങളുടെ കൂടെ നിന്നിട്ട് ഒരു ആരോഗ്യ പ്രവർത്തകനായ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തപ്പെട്ട സബ്ജക്റ്റുകളാണ് നമ്മൾ രണ്ടുപേരുടെയും. കാരണം ഏതൊരു മനുഷ്യനും ആ മനുഷ്യൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ചുറ്റുപാടുകളിൽ അവൻ ജീവിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ക്ഷേത്ര സന്നിധി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സമാധാനം കിട്ടുന്ന സ്ഥലമാണ്. ഏതൊരു പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് അഭയം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസിക സുരക്ഷിതമാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സുരക്ഷിത എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് എനിക്ക് ഒന്നും ഇല്ല, എല്ലാം ഒന്നിൽ അർപ്പിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു തോന്നലാണ് നമ്മൾ ഏറ്റവും വലിയ മാനസികമായ സുഖവും. അതാണ് നമ്മുടെ ഒരു സെക്യൂരിറ്റി. ഈ സെക്യൂരിറ്റി വരുന്നത് എപ്പോഴും നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ തന്നെ പറയണം, ഞാൻ സുരക്ഷിതനാണ് എന്നൊരു തോന്നൽ. ഈ തോന്നൽ ഉണ്ടാക്കുന്ന ഒരു ചുറ്റുപാട്, അല്ലെ നമ്മൾ പറഞ്ഞ ആംബിയൻസ് നമ്മളിൽ ജനിക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് അറിയുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം കിട്ടില്ല, അല്ലേ? ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ മനസ്സിനെ ഏകോപിക്കുമ്പോഴാണ് നമ്മൾ ഭക്തിയുടെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നു ചെയ്യുന്നത്. ആ ഒരു ബോധമാണ് നമ്മളിൽ ഭക്തി എന്ന സംഭവം നമ്മൾ ഉള്ളിലേക്ക് വരുന്നത്. അത് ഏത് തരം ഭക്തിയായാലും അതിലേക്കാണ് നമ്മുടെ മനസ്സിനെ ഏകോപിപ്പിക്കുന്നത്. ഈ മനസ്സിന്റെ ഏകോപനമാണ് നമ്മുടെ ഇത്തരത്തിലുള്ള വേദികളിലേക്ക് നമ്മൾ ഉണ്ടാകുന്നത്. ആ ഉള്ള ഉത്സവങ്ങൾ എന്ന് പറയുന്ന മനസ്സിന് വരുന്ന സന്തോഷങ്ങളാണ്. ഞാൻ അധികം ദീർഘിക്കുന്നില്ല. നീ എന്തായാലും സബ്ജക്റ്റുകളിലേക്ക് വരാം, എൻ്റെ സബ്ജക്റ്റിലേക്ക് വരാം. ഇവിടുന്ന് എന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സാധാരണക്കാരനായിട്ടുള്ള ആരോഗ്യം സംരക്ഷിക്കുക എന്നത്. എന്താണ് ഈ ആരോഗ്യം? നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ, ആരോഗ്യം പണ്ട് കാലത്താണ്. കാരണം 40 വർഷങ്ങൾക്ക് മുമ്പുള്ള 30 വർഷങ്ങൾക്ക് മുമ്പുള്ള ആരോഗ്യമാണ് ആരോഗ്യം. ഇപ്പം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും നിങ്ങൾ കഴിക്കുന്ന ഗുളികളൊക്കെ ഉണ്ടെങ്കിൽ ആരോഗ്യത്തിനെ തകർക്കുന്നുണ്ട്. സത്യമാണോ? ഒരിക്കലുമില്ല. പണ്ട് കാലത്ത് നിങ്ങൾ ഓർത്താക്കിയാൽ മതി, ഒരു 40 വർഷങ്ങൾക്ക് മുമ്പേ 40 വയസ്സായിരുന്നു നമ്മുടെ ആയുസ്. അന്ന് കുട്ടികൾ കുറേ ഉണ്ടാവും, അച്ഛനും അമ്മമാരൊക്കെ നഷ്ടപ്പെട്ടു പോകും. അന്ന് പ്രസവിച്ചിരിക്കുന്ന പ്രസവിച്ച് ജനിക്കുന്ന കുട്ടികളുണ്ട്. അതായത് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്, കുട്ടികൾ ജനിക്കുന്നതിൻ്റെ റേറ്റ് തന്നെ നമുക്ക് വളരെ കുറവായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കേരളത്തിന്റെ ആരോഗ്യാവസ്ഥ 76-നും 80 വയസ്സുകൾക്ക് ഇടയിലാണ്. അത് എങ്ങനെയാണ് നമ്മൾ നേടിയെടുത്തത്? ആ നേടിയെടുത്ത നേട്ടം ചെറുതൊന്നല്ല. അതിന് നമ്മുടെ സമൂഹം എല്ലാവരും കടപ്പെട്ടിട്ടുണ്ട്. വെറും ആരോഗ്യ മേഖലയോ ഡോക്ടർമാരോ മാത്രമല്ല നമ്മുടെ ആരോഗ്യാവസ്ഥ ഇത്ര കൊണ്ടുപോകുന്നത്. അതിന് നമ്മുടെ ചുറ്റുപാടുകൾ കുറേ ഘടകങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ എല്ലാവർക്കും ജോലി കിട്ടാനുള്ള അവസ്ഥ, ഇതൊക്കെ കേരളത്തിലുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ആരോഗ്യാവസ്ഥ അങ്ങോട്ട് കൂടി വന്നത്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ആരോഗ്യാവസ്ഥ നമ്മളിൽ സംജാതമായി കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യമുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം എന്തായിരുന്നു? പട്ടിണിയും അതേപോലെ പകർച്ചവ്യാധികളുമാണ്. എന്നാൽ പട്ടിണികളിൽ നിന്ന് നമ്മൾ ഭയങ്കരമായിട്ട് വ്യത്യസ്തപ്പെട്ടുകൊണ്ടില്ല. ഇന്ന് ഈ കേരളത്തിൽ പട്ടിണി കൊണ്ട് കിടക്കുന്ന ആൾക്കാരുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നതാണ്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. ഇന്ത്യ രാജ്യത്തെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം കുറേ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല കേരളത്തിന്റെ ആരോഗ്യവസ്ഥ. ഇന്ന് മറ്റ് വികസിത രാജ്യങ്ങളോടുകൂടെ, അല്ലെ നമ്മൾ ഡെവലപ്ഡ് കൺട്രിയുടെ കൂടെ കടപിടിച്ച് നിൽക്കുന്ന ഒരു ആരോഗ്യ അവസ്ഥയാണ് കേരളത്തിലെ. അതിലേക്ക് നാഷണൽ ഹെൽത്ത് മിഷൻ ആയാലും അല്ലെ ആരോഗ്യ മേഖലയായാലും ജനങ്ങളുടെ അല്ലെ അതുപോലെ തന്നെ LSDകളുടെയും പൊതുജനങ്ങളുടെയും കൂട്ടായ പ്രേരണം കൊണ്ടാണ് അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. അത് അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും എവിടെയായാലും അതിന് സംരക്ഷണം നൽകാനായിട്ടുള്ളത് നമ്മൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ കാലഘട്ടങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, ഇന്ന് പകർച്ചവ്യാധികൾ, ഇന്ന് നമ്മൾ മൺസൂൺ കാലം തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമുക്കുണ്ടാകുന്ന പകർച്ചവ്യാധികളുടെ കാലമായിരിക്കും, അല്ലെ? ഡെങ്കി, ലെപ്റ്റോ. അതേപോലെ ഈ കുറച്ചു കാലമായിട്ട് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നിന്ന ഒരു പകർച്ചവ്യാധിയായിരുന്നു വെള്ളത്തിലൂടെ ഉണ്ടായിരുന്ന പകർച്ചവ്യാധി, മഞ്ഞപ്പിത്തം A എന്ന് പറയും. മഞ്ഞപ്പിത്തം A സാധാരണ വെള്ളത്തിലൂടെ വന്ന് പെട്ടെന്ന് പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മഞ്ഞപ്പിത്തങ്ങൾ ഇതൊരു വൈറൽ ഡിസീസാണ്. അത് ചെറിയ വൈറസിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്, മരണം സംഭവിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് 2 ആഴ്ച കൊണ്ട് റെസ്റ്റ് ചെയ്ത് പോകുന്ന മഞ്ഞപ്പിത്തത്തിന് ഇപ്പം ഇത് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അടുത്ത് ഈടെ കേട്ടിട്ടുണ്ടാവും, അല്ലേ? മസ്തിഷ്ക ജ്വരം, അല്ലെ? അമീബിക് മെനിഞ്ചൈറ്റിസ് പറഞ്ഞിട്ട് ഇപ്പം
പണ്ട് ഈ അമീബിയാസിസ് അമീബിയ എന്ന് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറാനുള്ള കഴിവുള്ളതല്ല. അങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് എന്തോ ഒരു വലിയൊരു വ്യതിയാനം സംഭവിച്ചുകൊണ്ടില്ലേ. എന്നാൽ ഈ ആരോഗ്യ അവസ്ഥ നമ്മൾ നിലനിർത്തുന്നത് ലോകത്തിലെ എല്ലാ ആരോഗ്യ അവസ്ഥയുടെ 3 ഘടകങ്ങളാണ്. ഒന്ന് മൃഗങ്ങളുടെ ആരോഗ്യം, 2 നമ്മുടെ ചുറ്റുപാടിന്റെ ആരോഗ്യം, അതായത് എൻവയോൺമെന്റ് ഹെൽത്ത്, 3 ഹ്യൂമൻ ഹെൽത്ത്. ഈ 3 സന്തുലനാവസ്ഥയിൽ നിന്നില്ലെങ്കിൽ നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതുപോലുള്ള വായിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള വൈറസുകളുടെ വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കോവിഡ് നമ്മൾ കണ്ടു, കോവിഡിന്റെ അവസ്ഥ നമ്മൾ കണ്ടല്ലേ, അതൊരു മൃഗങ്ങളിൽ വന്ന അസുഖമായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഇപ്പം ഈ അമീബിക് മെനിഞ്ചൈറ്റിസ് എന്നെല്ലാം പറയുന്നത് ഈ അമീബയ്ക്കും വ്യത്യാസം വന്ന് അതെന്താണ് നമ്മുടെ കാലാവസ്ഥ മാറുമ്പോഴായാലും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചുള്ള വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഈ കാലാവസ്ഥകളും നമ്മുടെ അസുഖത്തിനെ ബാധിക്കുന്നുണ്ട്. ഞാൻ അധികം തിരിക്കുന്നില്ല. ആരോഗ്യാവസ്ഥയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കുറച്ച് പേർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. എന്താ വെച്ചാൽ അത്തരത്തിലുള്ള അസുഖങ്ങളുമായിട്ട് നമ്മൾ അടുത്തുകൂടെ ഇങ്ങനെ പോകുമ്പോൾ അത് കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. പക്ഷെ ചെറുപ്പക്കാർ ഇതൊന്നും ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിക്കൂല. എന്ന് വെച്ചാൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അങ്ങനെയാണ് ആരോഗ്യം. നമ്മളെ ഏതൊരു സമൂഹമായാലും അങ്ങനെയാണ് ചിന്തിക്കുക. അപ്പൊ പിന്നെ അടുത്ത നമ്മുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലി അസുഖം. ഇതിനെ കൂടെ 2 വാക്ക് പറഞ്ഞ് ഞാൻ നിർത്താം. എന്താണ് ജീവിതശൈലി അസുഖം? ഇന്ന് നമുക്ക് അറിയാം, പകർച്ചവ്യാധികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരുന്ന് കുടിച്ച് അസുഖം മാറി കഴിഞ്ഞാൽ നിങ്ങൾ നോർമലിലേക്ക് പോയി. ജീവിതശൈലി അസുഖം ഒരിക്കലും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ മുതൽക്കൂട്ടാണ്, അത് നിങ്ങളെ കൂടെ പിറപ്പാണ്. പ്രഷർ, പ്രമേഹം, അതേപോലെ കൊളസ്ട്രോളിന്റെ അസുഖം, ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ അവനുണ്ടാവും മരണം വരെ. അവരെ നിങ്ങൾക്ക് ചികിത്സിച്ച് ഭേദം മാറ്റാൻ പറ്റില്ല, ചികിത്സിച്ച് കൺട്രോൾ ചെയ്യാനേ പറ്റും. ഒരിക്കലും നിങ്ങൾക്ക് വരുന്ന 90% ഷുഗറും അതായത് പ്രമേഹ രോഗവും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അതിനെ മരുന്ന് കുടിച്ച് നോർമലാക്കി വെക്കാൻ പറ്റും. നിങ്ങൾക്ക് വരുന്ന പ്രഷർ 99% നിങ്ങൾക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല, മരുന്ന് കുടിച്ച് നിയന്ത്രിക്കാനേ പറ്റും. പക്ഷെ ഇത്തരത്തിലുള്ള അസുഖത്തിന് നമ്മൾ ദീർഘകാല മരുന്ന് കുടിച്ചില്ലെങ്കിൽ നമ്മൾ കിടപ്പ് രോഗിയായി പോകും. സ്ട്രോക്ക് വരാം, കിഡ്നിക്ക് വരാം എന്നും പറയാം. പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പം ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. ഒരു 40-50 വയസ്സുള്ള ആൾക്കാരോട് 20 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്ന ഡയാലിസിസ് യൂണിറ്റ് മെഡിക്കൽ കോളേജിൽ മാത്രമേ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ഓരോ പഞ്ചായത്തുകളിലും ഡയാലിസിസ് യൂണിറ്റ് തുറന്നത്. കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ജീവിതശൈലി അസുഖങ്ങൾ കൂടി വരുന്നത്. നമുക്ക് ഇവിടെ വേണ്ടത് ജീവിതശൈലി അസുഖം ഇല്ലാതുള്ള ഒരു സമൂഹമാണ്. അങ്ങനെ വേണ്ടത് കൃത്യമായ വ്യായാമം വേണം, കൃത്യമായ ഭക്ഷണം കഴിക്കാൻ രീതി വേണം. ഇന്ന് കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ ഡയബറ്റീസിന്റെ ക്യാപിറ്റലാണ്. ഇന്ന് ഡയബറ്റീസിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ പറയുന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. എന്താണ് അവസ്ഥ? എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്, അരി ആഹാരം കൂടുതൽ ഭക്ഷിക്കുന്ന ആൾക്കാരാണ്. ഈ സംഭവം നമ്മൾ മാറ്റിയെടുത്തില്ലെങ്കിൽ ഈ ഡയാലിസിസ് യൂണിറ്റൊന്നും ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു പോകില്ല. അസുഖം വരാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇത് കണ്ടെങ്കിൽ റെഗുലർ ആയിട്ടുള്ള നമ്മൾ വ്യായാമം ചെയ്യണം. വ്യായാമമുള്ള നാഷണൽ ഹെൽത്ത് മിഷൻ പല ഏരിയയിലും നമ്മൾ കുളങ്ങള്, അതേപോലെ നടന്നു പോകാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ വ്യായാമം ചെയ്യാനുള്ള ഏരിയകളൊക്കെ നമ്മൾ പല ഏരിയയിൽ ഓരോ LSD പഞ്ചായത്തുകളിലും നമ്മളിത് സംജാതമാക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജിമ്മുകൾ ഉണ്ടാക്കുന്നത് അത് അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഭക്ഷണം എപ്പോഴും എങ്ങനെയാ, ഒരു പ്ലേറ്റ് നമ്മളൊരു ഊണ് കഴിക്കുകയാണെങ്കിൽ അതിന് 3/4 ഭാഗം ചോറ കഴിക്കുക. അങ്ങനെയല്ല. നമ്മുടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 4/1 ഭാഗം മാത്രമേ നമ്മൾ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. ബാക്കി വരുന്നത് 4/1 ഭാഗം പച്ചക്കറികളായിരിക്കണം, 1 ഭാഗം പ്രോട്ടീൻ, പയർ, അങ്ങനെയുള്ള മീൻ, ഇറച്ചി അങ്ങനെയുള്ള സാധനം കഴിക്കുക. മറ്റുള്ളൊരു ചെറിയ ഭാഗത്ത് നിങ്ങൾ എന്താ പഴവർ, ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ, അതായത് ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയാം. ഇങ്ങനെയുള്ള ഭക്ഷണ രീതി ആയിരിക്കണം. ഏത് രീതി എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ലഞ്ചായാലും ഉച്ചക്കുള്ള ഊണായാലും രാത്രിയുള്ള ഭക്ഷണമായാലും കുറച്ചാൽ വേണ്ടു. ഇതിങ്ങനെ പറഞ്ഞു കേട്ട് ഞങ്ങൾ ചിരിക്കണ്ട. കാരണം ഇതെന്താ ഡോക്ടർ ഇങ്ങനെ പറയുന്നത്? രാവിലെ നിങ്ങൾ കഴിക്കുന്ന ഒരു പുട്ടും കുറച്ച് ചെറുപയറോ അല്ലെങ്കിൽ കടലയോ, അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു പഴവും, അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു ഫിഷോ എന്തെങ്കിലും ഒരു സാധനത്തിനുണ്ടെങ്കിൽ അത് 3-4 കൂടി കഴിക്കുമ്പോഴേക്കും നിങ്ങൾ വയറ് നിറയും. 3 കഷ്ണം പുട്ടും 2 പപ്പടവും അതേപോലെ 2 പഴവും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 2 ദിവസം കഴിക്കേണ്ട കാർബോഹൈഡ്രേറ്റ് ഒറ്റയടിക്ക് ശരീരത്തിലേക്ക് കയറും. അങ്ങനെ വരുമ്പോൾ എന്താ, നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതശൈലി അസുഖം തുടങ്ങുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അടുത്തതായി നമ്മുടെ ഉദ്ഘാടകന് പൊന്നാട അണിയിക്കുകയും മെമൻറ്റോ നൽകുകയും ചെയ്യുകയാണ്. പൊന്നാട നൽകുന്നു. ഉത്സവത്തിൻ്റെ
ജനറൽ കൺവീനർ ശ്രീ രാജൻ കൽപ്പകശ്ശേരി. മെമന്റോ നൽകുന്നു ശ്രീ അനു, ഉത്സവ കമ്മിറ്റി ചെയർമാൻ. Thank you, sirs. ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുഖത്ത്. അത് ശരിക്കും 8:30-ക്കാണ്. അതിന് മുമ്പേ ഇത് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഈ വേദി ഇവിടെ വന്നു. ഹലോ, നമ്മുടെ വേണുഗോപാൽ നായർകുഴിയെ പൊന്നാട അണിയിക്കുന്ന ഒരു ചടങ്ങ് നടത്താൻ വേണ്ടി പോവുകയാണ്. ശ്രീ ഷാജി ഡോക്ടറാണ് ഈ കർമ്മം നിർവഹിക്കുന്നത്. നമ്മുടെ നാട്ടുകാരനും പ്രഭാഷകനും കവിയും കൂടാതെ നല്ല ശബ്ദത്തിനുടമയും കൂടിയായ വേണുഗോപാൽ നായർകുഴിയെ ശ്രീ ഷാജി ഡോക്ടർ പൊന്നാട അണിയിക്കുന്നു. മൊമെന്റോ നൽകുന്നു ബാലേന്ദ്രൻ. താങ്ക് യു സർ. Thank you. അടുത്തതായി ശ്രീ ജയകൃഷ്ണൻ കീടലി നമ്മോട് സംസാരിക്കുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇത് തീരെ പ്രതീക്ഷിക്കാത്തൊരു അവസരമാണ്. ഒന്നും പറഞ്ഞിട്ടില്ല, അവിടെ ഇരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഈ പരിപാടി ധന്യമാക്കാൻ ഇവിടെ വന്ന എല്ലാവർക്കും, ഇതിനു വേണ്ടി പ്രവർത്തിച്ച, ഇതിൻ്റെ കൂടെ നിന്ന, ഇതിനെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ആശംസ അറിയിക്കുകയാണ്. ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ആശംസ അറിയിക്കുകയാണ്. എന്നെ ഈ വേദിയിലേക്ക് ഞാൻ ഈ പ്രാവശ്യം കൂടുതൽ ഒരു സജീവമായിരുന്നില്ലെങ്കിൽ പോലും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഒരു സ്ഥാനം നൽകിയതിന് ഉള്ള നന്ദിയും കൂടി പറയാനും, ഈ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ശ്രീ അനൂപ്, അതുപോലെ ശരത്ത് കെ രാജൻ എന്നിവർക്കും പ്രത്യേക ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കണം. സ്റ്റേജിലിരിക്കുന്ന മാതൃസമിതി പ്രസിഡന്റും മറ്റ് അംഗങ്ങളും എല്ലാവരും തന്നെ ഈ ചടങ്ങിന് ആശംസകൾ അറിയിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. ശ്രീ ബാലചന്ദ്രൻ അവർകൾ മറ്റ് എല്ലാവരും തന്നെ അവരവരുടെ ആശംസ അറിയിച്ചു കഴിഞ്ഞു. നമ്മളുടെ ചടങ്ങ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് നമുക്ക് നാടകത്തിന് സ്റ്റേജ് വിട്ടുകൊടുക്കേണ്ടത് കൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കാതെ ഇവിടെ അരങ്ങിലും മണിയറയിലുമായി പ്രയത്നിച്ചിട്ടുള്ള ഒട്ടനവധി മഹാത്മാക്കളെ അനുമോദിക്കുകയാണ്. ആദ്യമായി പാചകപ്പുരയിൽ അക്ഷീണം അനവരതം പ്രയത്നിച്ചിട്ടുള്ള ഒട്ടനവധി വ്യക്തികളുണ്ട്. ആദ്യമായി ശ്രീ അനിൽകുമാർ, അദ്ദേഹത്തെ ശ്രീ ബിജിഷ് കല്ലുപ്പില്ലാത്തായി ഈ സ്റ്റേജിലേക്ക് എത്തിക്കണമെന്ന് അറിയിക്കുന്നു. തുടർന്ന് ശ്രീ വിനേഷ് അനിൽകുമാർ കുറുക്കൻകുഴിയിൽ, സുരേഷ് കുറുക്കൻകുഴിയിൽ, അശോകൻ മണാറക്കുന്നത്ത്, ഭാസ്കരൻ നായർ, രവി തെറ്റത്ത്, ശിവൻ ആയിപ്പറ്റ, അനി ഞാറക്കാട്ട്, ബാബു കൽപ്പകശ്ശേരി, അജയൻ, രവി ആയിപ്പറ്റ, നിവേദ് കാട്ടിയത്ത്, ഷാലിദ്, കൃഷ്ണൻകുട്ടി നായർ,
ശ്രീവേദൻ, നിതീഷ് കുട്ടകം, അനിൽകുമാർ കുറുക്കൻകുഴിയിൽ എല്ലാവരും തന്നെ ഈ സ്റ്റേജിലേക്ക് എത്തണമെന്ന് അറിയിക്കുകയാണ്. ആദ്യമായി പാചക വിദഗ്ധൻ ശ്രീ അനിൽകുമാർ, അദ്ദേഹത്തിനുള്ള പൊന്നാട ചാർത്തുന്നു. ഉത്സവ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറും അതോടൊപ്പം തന്നെ ശ്രീ ജയൻ കീടേരിയും ഇരുവരും ചേർന്നുകൊണ്ടാണ് അനിൽകുമാറിന് ഒരു മെമന്റോ ഉണ്ട്. മെമന്റോ നൽകുന്നു ശ്രീ അനു. ശ്രീ അശോകൻ അവർക്കുള്ള ഉപഹാര സമർപ്പണമാണ്. മാതൃസമിതി പ്രസിഡന്റ് ശ്രീ വിമലകുമാരി ടീച്ചർ, എല്ലാവരും സ്റ്റേജിന്റെ മുൻവശത്തു കൂടി കയറി വരണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇന്നലെ കഴിഞ്ഞതുപോലെയല്ല നമ്മുടെ സ്റ്റേജ്. നാടകത്തിന് വേണ്ടി പല ഒരുക്കങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചവും കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ മുൻവശത്തു കൂടി കയറി വരണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പേര് വിളിച്ചിട്ടുള്ള ആളുകൾ എല്ലാവരും ഇങ്ങോട്ട് കയറി വരിക. ശ്രീ വിജേഷ്, അനിൽകുമാർ കുറുക്കൻകുഴി, ശ്രീ ശിവൻ ആയിപ്പറ്റ, അനി ഞാറക്കാട്ട്, ബാബു കൽപ്പകശ്ശേരി, അജയൻ, രവി ആയിപ്പറ്റ, നിബെ തുടങ്ങിയിട്ടുള്ള പേര് വിളിച്ചിട്ടുള്ള എല്ലാവരും സ്റ്റേജിനടുത്തേക്ക് എത്തണമെന്ന് അറിയിക്കുന്നു. ശ്രീ സുരേഷ്, സ്റ്റേജിനടുത്തുള്ള ആളുകൾ പേര് വിളിക്കേണ്ട, ഇങ്ങോട്ട് കയറി വരണം. പേര് വിളിച്ചിട്ടുള്ള ആളുകൾ എല്ലാവരും കയറി വരണമെന്ന് അറിയിക്കുന്നു. ആരും ഇവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രീ നിവേദ്, ആരും ഇവിടെ എത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ശ്രീ ദിനേശ് കല്ലുപ്പിലതായി ഇവിടെയുണ്ടോ? ശ്രീ ഭാസ്കരേട്ടന്റെ പേരക്കുട്ടിയാണ് മെമന്റോ സ്വീകരിക്കുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി നായർ, കൃഷ്ണൻകുട്ടി നായർ വേഗം വരൂ. കൃഷ്ണൻകുട്ടി നായർക്കുള്ള ഉപഹാരം ശ്രീ ശരത് കൈമാറുന്നു. ശ്രീ വിജേഷ് കല്ലുപ്പിലാതായി,
വിനേഷ് കല്ലുപ്പില്ലാതായി. ഉത്സവ കമ്മിറ്റി ചെയർമാനിൽ നിന്നും ഉപഹാരം സ്വീകരിക്കുന്നു. ഇനി ഉപഹാരം സ്വീകരിക്കാനുള്ളവർക്ക് പിന്നീട് നൽകുന്നതാണ്. ആരും എത്താത്തത് കൊണ്ട് തൽക്കാലം നമുക്ക് നമ്മുടെ തുടർ നടപടികളിലേക്ക് പ്രവേശിക്കാം. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനും സിനിമ കലാ സംവിധാന രംഗത്തെ അതികായനുമായിട്ടുള്ള നമ്മുടെ ചൂലൂരിൻ്റെ അഭിമാനം ശ്രീ അനു ചൂലൂർ അവർകളാണ്. സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓം നമ ശിവായ. വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മെയ് 21 പുലർച്ചെ വിഘ്നേശ്വര പൂജയായ ഗണപതി ഹോമത്തിൽ ആരംഭിച്ച് ഇന്ന് അല്പം നാഴികൾ കഴിഞ്ഞാൽ പര്യവസാനിക്കുന്ന നമ്മുടെ ദേശദേവനായ മഹാദേവൻ്റെ പ്രതിഷ്ഠാ മഹോത്സവവും കലശാഭിഷേകവും ഇന്ന് അവസാനിക്കുകയാണ്. ഈ ഉത്സവത്തിൻ്റെ തുടക്കം മുതൽ അവസാനിക്കുന്നതുവരെയും ഇതിൻ്റെ വിജയത്തിനായി അക്ഷീണം അഹോരാത്രം കർമ്മനിരതരായി മഹത് വ്യക്തികളെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല എന്നെനിക്കറിയാം. എൻ്റെ വാക്കുകളിലുള്ള നന്ദി ഇതിനു പര്യാപ്തമല്ല എങ്കിലും എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഷാജി ഡോക്ടർക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രഭാഷണം നടത്തിയ ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ രാജൻ കൽപ്പകശ്ശേരി, ഷനത്ത് ഉത്സവ കമ്മിറ്റി ചെയർമാൻ, മറ്റു വേദിയിലെ മഹത് വ്യക്തികളെ എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഭക്തജനങ്ങളെ, എണ്ണി ഞാൻ എത്ര നന്ദി പറഞ്ഞാൽ പോലും ആരെങ്കിലും വിട്ടുപോകുമെന്ന് ഞാൻ സംശയിക്കുന്നതിനാൽ ഈ മഹോത്സവത്തിൻ്റെ വിജയത്തിനായി മനസ്സും ശരീരവും നൽകി ആളിലും അർത്ഥത്തിലും സഹായിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ 1000 നന്ദി. ആദ്യമായി ഈ മഹോത്സവം ആരംഭിച്ചതിന് ശേഷം വിജയപഥത്തിലേക്ക് എത്തിക്കുന്നതിനും ഞങ്ങളുടെ സാരഥിയായി നിന്ന ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ രാജൻ കൽപ്പശ്ശേരിയെ ഒരു നിമിത്തമായി നമുക്ക് നൽകിയ മഹാദേവൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഉത്സവ കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷനത്ത് കൽപ്പശ്ശേരിയെ ചെറുപ്രായത്തിൻ്റെ പരിചയക്കുറവുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഉത്സവം ഭംഗിയാക്കുന്നതിൽ അക്ഷീണം യത്നിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. കൂടാതെ ഈ മഹോത്സവത്തിൻ്റെ അരങ്ങിലും അണിയറയിലുമായി പ്രവർത്തിച്ച മാതൃസമിതി പ്രവർത്തകർ പ്രായത്തെ പോലും വകവെക്കാതെ രാപ്പകൽ ഭേദമില്ലാതെ പ്രതികൂല കാലാവസ്ഥയിലും ഇതിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ചു എന്നുള്ളത് നന്ദി വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. എന്തുകൊണ്ട് തന്നെ മഹാദേവന്റെ എല്ലാവിധ അനുഗ്രഹവും അമ്മമാർക്കും സഹോദരിമാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ കമ്മിറ്റി ഈ പെരും മഴയത്തും ജാഗരൂകരായ മികവുറ്റ ഭക്ഷണ പദാർത്ഥങ്ങൾ സമയാസമയങ്ങളിൽ ഭക്തർക്ക് നൽകി എന്നുള്ളത് അഭിനന്ദനീയമാണ്. ഇവർക്കും മഹാദേവന്റെ നാമത്തിൽ എൻ്റെ പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ശക്തമായ മഴയെ പ്രതിരോധിച്ചു ഇവിടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ മനോഹരമായി നിർമ്മിച്ച ഭക്ഷണ പന്തൽ, അതുപോലെ മനോഹരമായ ശബ്ദവും വെളിച്ചവും നൽകി വേദിയെ അതിധന്യമാക്കിയ സുഗീഷ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് 1000 നന്ദി അറിയിക്കുന്നു. ഇനിയും എണ്ണി തീരാത്തത്ര ആളുകളുടെ സേവനം കൊണ്ടാണ് ഈ മഹോത്സവം ഇവിടെ ധന്യമായിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഭക്തമാനസത്തെ ഭക്തിയുടെ നിറവാർന്ന അന്തരീക്ഷത്തിൽ പരമാനത്തിൻ്റെ പരകോടിയിൽ എത്തിച്ച് ഇവിടുത്തെ പൂജാകർമ്മങ്ങളാണ് നാടിൻ്റെ കീർത്തി ദേശാന്തരങ്ങളിലേക്ക് ഉയർത്തിയ ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹപൂജാരിമാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പൂജയ്ക്ക് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ഏർപ്പാട് ചെയ്ത നമ്മുടെ പൂജാ കമ്മിറ്റിക്കും 1000 നന്ദി. അതുപോലെ ഈ മഹോത്സവത്തിന്റെ വിജയത്തിനായി സ്റ്റേജിൽ പരിപാടികൾ അവതരിപ്പിച്ചവർ, പരസ്യങ്ങളിലൂടെ സാമ്പത്തിക സഹായം നൽകിയ സ്ഥാപനങ്ങൾ,
ജലസേചന സൗകര്യം ചെയ്തു തന്നവർ തുടങ്ങി എല്ലാവർക്കും എൻ്റെ പേരിലും ഉത്സവ കമ്മിറ്റിയുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഉത്സവ ദിനം മുതൽ ഇന്ന് ഈ ചടങ്ങ് അവസാനിക്കുന്നതുവരെയും പരിപാടികളുടെ വിവരണങ്ങൾ തത്സമയം ശ്രോതാക്കളിലേക്ക് മുഴങ്ങുന്ന ശബ്ദത്തിൽ എത്തിച്ച ശ്രീ വേണുഗോപാൽ നായർകുഴി, പ്രത്യേകം നന്ദി സാർ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ എത്രയോ മഹനീയ വ്യക്തികളുടെ മഹത് സേവനം ഒരു പക്ഷേ എൻ്റെ വാക്കുകളിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എല്ലാം മഹാദേവ സന്നിധിയിൽ അർപ്പിക്കുന്നു. നന്ദി. നമ്മുടെ ഇന്നത്തെ ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ ചടങ്ങ് അവസാനിച്ചു. തുടർന്ന് നമ്മുടെ കാദംബരി കലാക്ഷേത്രയുടെ നാടകം അരങ്ങേറുന്നതാണ്. സ്റ്റേജ് കാദംബരി കലാക്ഷേത്രയ്ക്ക് വിട്ടുകൊടുക്കുന്നു.